ടടാ! അപ്പം ഇന്നത്തെ യാത്ര ഹോക്ക് ഹൈമർ മാർട്ട്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 500 വർഷമായിട്ട് ജർമ്മനിയിൽ നടക്കുന്നൊരു ഫെയറാണിത്. ഇവിടെ ഒക്ടോബർ എൻഡ് നവംബർ ആ ഒരു ടൈമിൽ എല്ലാ വർഷവും ഈ ഒരു ഫെസ്റ്റ് നടക്കാറുണ്ട്. മെയിനായിട്ട് ഇവർ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറേ ഐറ്റംസ് കൊണ്ടുവരും. പിന്നെ വിൻ്റർ ക്ലോത്തൊക്കെ കാണും, ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് കാണും, ടോയ്സൊക്കെ കാണും, കുറേ ഗെയിംസ് കാണും, കുറേ റൈഡുകൾ കാണും. ഇതെല്ലാമാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. പിന്നെ ഇങ്ങനത്തെ കുറേ ഇതുപോലത്തെ ബാസ്ക്കറ്റൊക്കെ കാണും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നും. പോട്ടെ, മിക്ക സാധനങ്ങളും ഡിസ്കൗണ്ടിലൊക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ കടയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ ക്യാൻവാസ് ചെയ്യും. വരൂ 10 രൂപ എന്നൊക്കെ പറഞ്ഞു. പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കേട്ടോ. അവിടെ നമുക്ക് തപസ്സിരിക്കാം. കാര്യം അതുങ്ങൾ വരൂല. അതിനു വേണ്ടി ടോയ്സും ഗെയിമും എല്ലാം ഉണ്ട് അവിടെ. പിന്നെ ഈ ഗെയിംസ് എന്ന് പറയുമ്പോൾ കുഞ്ഞു പിള്ളേർ മാത്രമല്ല കേട്ടോ, വലിയവർക്കും കളിക്കാൻ പറ്റുന്ന കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ തിരക്ക് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം അവർ ക്യൂ നിന്ന് തന്നെയാണ് ഈ ഓരോ ഗെയിമിലേക്ക് അല്ലെങ്കിൽ റൈഡിലേക്ക് അവർ കയറിക്കൊണ്ടിരുന്നത്. പിന്നെ ഫുഡിൻ്റെ മണം വിളിച്ചിട്ട് അങ്ങോട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നെ ഇങ്ങനെ ഓരോ കടകളിൽ കാണുമ്പോഴും ബാ വന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങളൊരു കടയിൽ കഴിക്കാൻ കയറി. ക്രബ്സ് ഇവിടെ അത്യാവശ്യം ജർമ്മനിയിൽ ഫേമസ് ആകട്ടോ. ഒന്നുമില്ല, ചെറിയൊരു മാവ് നമ്മുടെ ദോശക്കലയിൽ വിരിക്കുന്നതിലങ്ങ് ചുറ്റിച്ചെടുക്കും. എന്നിട്ട് അവരതിലേക്ക് കുറച്ച് ബനാന വേണമെങ്കിൽ ഒരു പഴം വേണമെങ്കിൽ അവർ ആഡ് ചെയ്ത് തരും. പഴം വേണ്ടെങ്കിൽ പഴം വേണ്ടാന്നും പറയാം. പിന്നെ അതിലേക്ക് കുറേ അങ്ങ് നൂട്ടല്ല വാരി അവരങ്ങിട്ട് തരും, മടക്കും, നമ്മുടെ കയ്യിൽ തരും, നമ്മൾ കഴിക്കും. ഇതാണ് ക്രബ്സ്. റൈഡൊക്കെ കാണുമ്പോൾ അത്യാവശ്യം നമുക്കിങ്ങനെ കയറാനൊക്കെ ഒരു ത്വര ഉണ്ടായിരുന്നു. പക്ഷെ കയറിയില്ല. കാര്യം നമ്മൾ വണ്ടർലയിൽ കയറി അർമാദിച്ചവർക്ക് ഇതൊക്കെ കാണുമ്പം ഇതൊക്കെ എന്ത്. അത് കാരണം നമ്മൾ പുറത്ത് നിന്ന് അവരൊക്കെ കാറുന്നതൊക്കെ കണ്ടങ്ങ് ആസ്വദിച്ചു. ഇപ്പോൾ പിന്നെ ക്രിസ്മസ് ഒക്കെ തുടങ്ങിയത് കാരണം ഗ്ലൂ വൈൻ വല്ല പഞ്ഞൊന്നുമില്ല. നമുക്ക് എവിടെ പോയാലും ഗ്ലൂ വൈൻ കിട്ടുമല്ലോ. പക്ഷേ പപ്പയും മമ്മിയും വന്ന ടൈമെന്ന് പറയുന്നത് നവംബർ ഫസ്റ്റ് വീക്കാണ്. ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് മാർക്കറ്റ് ഒന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഈ മാർക്കറ്റ് പോകുന്ന ഒരു കാര്യം. ഇവിടെ ഗ്ലൂ വൈൻ ഉണ്ടായിരുന്നു. നല്ല ചൂട് വൈനൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും വിശന്നു. അപ്പോൾ നമ്മൾ പിന്നെയും കഴിച്ചു. എന്നിട്ട് പിന്നെയും നമ്മൾ ഗെയിം കണ്ടു. ഇത് തന്നെയാണ് കുറേ നേരം അവിടെ ചെയ്തത്. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പാർക്കിംഗ് ഏരിയയിൽ പോയി വണ്ടിയൊക്കെ എടുത്തു നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വണക്കം.